അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടടയാണ്. അപ്പോൾ ഓട്ടടയ്ക്കുള്ള മാവും കാര്യങ്ങളൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത മാവ് ഇതാ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജാറിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓയിലുണ്ടെങ്കിലും വെളിച്ചെണ്ണ ആയാലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഏതായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓട്ടട കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തീ പിടിപ്പിച്ചെടുക്കുകയാണ്. മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പിൽ തീ ഇട്ടുമ്പോൾ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കത്തുന്ന വിറകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ കത്തിക്കോളും. പിന്നെ ഞാൻ വേഗം നമ്മൾ നേരത്തെ അരിച്ചിട്ടുള്ള ജാറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ വേഗം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ജാറൊക്കെ മോറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ദിവസമായാലും ഓട്ടട ചുട്ടിട്ട് അപ്പോൾ അതിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഓട്ടട ചട്ടി എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഓട്ടടയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടടേൻ്റെ പാത്രത്തിൽ ഉള്ളിൽ എന്തായാലും ഒരു പൊടി പോലത്തെ സംഭവം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓട്ടട ചുട്ട് കഴിയുമ്പോൾ നമ്മൾ അതേപോലെ വെക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായതിന് ശേഷം ഞാൻ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കാലിച്ചായയും കുടിക്കുന്നുണ്ട്. അങ്ങനെ അത് മുകളിലായിട്ട് കുറേ ഹോൾസ് വന്നതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നും അടച്ച് വെക്കുന്ന മൂടി കാണാനില്ല കേട്ടോ. അതാണ് പിന്നെ ഞാൻ ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടിയിട്ടുള്ളത്. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഫസ്റ്റ് ചുട്ടെടുക്കുമ്പോൾ എന്തായാലും കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ അത് വിചാരിച്ച് തളരണ്ട കേട്ടോ. പിന്നീട് നമുക്ക് ചുട്ടെടുക്കുന്നതൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ രണ്ടാമത്തെ ബാറ്ററും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഹോൾസ് വന്നതിന് ശേഷം വീണ്ടും മൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചെറുപയർ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ ദിവസം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ മണി പ്ലാന്റിലൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വൈകുന്നേരം പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെള്ളം മാറ്റി കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഓട്ടട ഇത്രത്തോളം ഓട്ടട ചുട്ടെടുത്തു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നല്ല രീതിക്ക് തന്നെയാണ് ഓട്ടട കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിക്കാം. ഇപ്പം തന്നെ നല്ലപോലെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉള്ളു വേവാതെയും അങ്ങനെയൊന്നും എനിക്ക് കിട്ടാറില്ല. അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ ഉള്ളൊക്കെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് മോൻക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവസങ്ങൾക്ക് ശേഷം തട്ടിത്തടഞ്ഞിട്ട് എന്താ അറിയില്ല കുറേ ദിവസം വൈകിയതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു കൊറിയറാണ് കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ്. കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ക്ലീനിങ് ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് എന്താ ഗ്ലൗസ് ഉപയോഗിക്കാതെ ചെയ്യുന്നതെന്ന് ചോദിച്ച് കണ്ട് ഒരു കമൻറ്റ് കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് എൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഇതാണ്. കാണുമ്പോൾ ഒന്ന് ലൂസാണെന്ന് തോന്നും, പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗ്ലൗസ് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുമാത്രമല്ല എന്തായാലും നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷിട്ടാണല്ലോ കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് ആയിക്കോട്ടെ ടോയ്ലറ്റ് നമുക്ക് വൃത്തികേടായിരിക്കുന്ന ഏരിയ ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ കമൻറ്റ് അയച്ചതിന് ശേഷം ഞാൻ ഓക്കെ നിങ്ങൾ അയച്ചു തന്നോളൂ പറഞ്ഞപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ കിട്ടിയിട്ട് കുറേ ദിവസമായി, എൻ്റെ കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലായിരുന്നു, പിന്നെ അവിടെ പോയി എടുത്തുകൊണ്ട് വരാൻ കുറച്ച് നേരം വൈകിട്ടോ. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പുല്ല് പറിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അലർജിക്ക് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഉപകാരമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടും. അങ്ങനെ ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നമ്മളെ തറൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ
കൈ വെച്ചിട്ട് തറൻ്റെ ഇടയിൽ ഇച്ചിരി ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറയുക, അതൊക്കെ ഉണ്ടാകുമ്പം പേടിയാണ് കേട്ടോ. അവിടെ എന്താ കൽക്കുഞ്ഞനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ്. അപ്പം ഞാൻ എന്താട്ടി ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ അത്ര വലിയ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടും. നമ്മുടെ ടോയ്ലറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നമുക്ക് ഉപകാരപ്പെടുക. അതുപോലെ നമ്മുടെ ജീവിതത്തിനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കുറേ തിരിച്ച് നമ്മൾ വന്ന സമയത്ത് കുറേ അത്യാവശ്യം നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുല്ല് പറിക്കുന്ന സമയത്ത് നല്ല ആവശ്യത്തോട് കൂടിയിട്ട് പറിക്കുകയൊക്കെ ചെയ്യും ഗ്ലൗസ് ഇടാതെ. അങ്ങനെ പറിച്ചുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ഫുൾ അലർജിക്ക് പ്രശ്നമായിരുന്നു കേട്ടോ. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇടങ്ങേറായി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഇദ്ദേഹം ഒരു കമൻറ്റൊക്കെ അയച്ച സമയത്താണ് കേട്ടോ, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമൻറ്റ് അയച്ചപ്പോഴാണ് എനിക്കും തോന്നി നല്ലതാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനൊക്കെ പണ്ട് ചെടി നടുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെയാണ് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിടാറുള്ളത്. പക്ഷേ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് മണ്ണ് എടുക്കുന്ന സമയത്ത് നമ്മളെ കൈക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതൊരു ഉപകാരമാണ്. അതുപോലെ ടോയ്ലറ്റ് ആയിക്കോട്ടെ, മീൻ ക്ലീൻ ആക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപകാരമാണ്. മീൻ ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ മുറ്റും ഈ ഒരു ഏരിയ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലൗസ് അയച്ച് തന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. നേരമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സ്നാക്സും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് തപ്പിയെടുത്തപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു പാലുണ്ട്, കോഫി പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോഫി ആക്കി ഇന്ന് വൈകുന്നേരം. പിന്നെ 2 കോഴിമുട്ട ഉണ്ടായിരുന്നു, അതെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പാലോ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പാലായിരുന്നു. അതും പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി ലാസ്റ്റ് ഇതാ ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് പൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വല്ലാതെ കരിഞ്ഞിട്ടില്ല കേട്ടോ. പെട്ടെന്ന് മറിച്ചെടുക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലപോലെ കരിഞ്ഞതായിട്ട് തോന്നും, പക്ഷേ കഴിച്ച സമയത്ത് അത്രയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം മറിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ടും മറിച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊരിയും അതുപോലെ കോഫിയാണ് കേട്ടോ. നാളായിട്ടോ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പിന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ മോക്കുള്ളത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.